ഇപ്പം ഈ ചർച്ച എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. എല്ലാം മൊത്തം കത്തിയപ്പോൾ ഒന്നുകൂടെ ഇരുന്നോട്ടെ എന്ന് കരുതി ആരെങ്കിലും തട്ടിയതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എഴുത്തിൻ്റെ ശൈലിയേക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സിൻ്റെ കൺവിക്ഷനാണ്. അന്നും ഇന്നും എന്നും നമുക്കൊരേ നിലപാട് തന്നെയായിരിക്കും. ഞാൻ ആ മിനിറ്റ്സ് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെയൊരു വേല ഇതിലുണ്ടെന്ന്. ഞാൻ അവിടെ ഡിസൻറ്റ് എഴുതി കൊടുത്തു. എൻ്റെ ഡിസൻറ്റ് കൂടി ചേർക്കണം എന്ന് പറയുകയും ചെയ്തു. സബ്സിക്വൻ്റ് ആയിട്ട് രണ്ടാമത്തെ ഫയലും കൂടി ഉണ്ടായിരുന്നു. ജോണി വോക്കറിന് ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഉണ്ടായിരുന്നു. ആ തീരുമാനം അവിടെ വന്നപ്പോൾ അതിനെ ഞാൻ അവിടെ വെച്ച് തന്നെ ഡിസൻറ്റ് ചെയ്തു. ആദ്യത്തെ എന്തുകൊണ്ട് ഡിസൻറ്റ് ചെയ്തില്ല എന്നൊരു ചോദ്യം ചിലപ്പോൾ വരാം. ആ ഡിസൻറ്റ് എഴുതുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതിൻ്റെ പകുതി യോഗം തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇറങ്ങിപ്പോന്നു. അപ്പോൾ ഞാൻ ഇറങ്ങിപ്പോകുന്ന ഗ്യാപ്പ് ഉപയോഗിച്ച് ആർക്കും ഡിസൻറ്റ് ഇല്ല എന്നൊരു മട്ടിൽ അന്ന് ഇതെഴുതി, മിനിറ്റ്സ് എഴുതി. ഞാൻ ആ പിന്നീടാണ് മിനിറ്റ്സ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. മിനിറ്റ്സ് കിട്ടിയപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സമയവും ലാപ്സാക്കാതെ ഞാൻ എൻ്റെ നിഷേധക്കുറിപ്പ് അന്നത്തെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ബാലഗോപാലിന് കൊടുത്തു. ഞങ്ങൾക്കതിനെക്കുറിച്ച് തർക്കമുണ്ട് എന്ന് തന്നെ പറഞ്ഞു. മാത്രമല്ല, അതിനകത്തുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ IT ഹബ്ബുകളിലെല്ലാം, അവിടെ ടെക്നോ പാർക്ക് അടക്കം കേരളത്തിലെ എല്ലാ IT ഹബ്ബുകളിലെല്ലാം ഈ ബാർ തുടങ്ങുന്നതിനുള്ള നടപടിയായിരുന്നു. അത് സാധ്യമല്ല എന്നൊരു നിലപാട് അന്നും എടുത്തു, ഇന്നും എടുത്തു, എന്നും നമ്മൾ ആ നിലപാടിൽ തന്നെയാണ്. അതിനകത്തൊന്നും ഒരു വ്യത്യാസമില്ല. ഇപ്പം ഈ ചർച്ച എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. എല്ലാം മൊത്തം കത്തിയപ്പോൾ ഒന്നുകൂടെ ഇരുന്നോട്ടെ എന്ന് കരുതി ആരെങ്കിലും തട്ടിയതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആ പ്രചരണത്തിൻ്റെ കേന്ദ്രം ഏതാണെന്ന് ആലോചിച്ചാൽ മതിയല്ലോ. മദ്യലഹരി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചതിനെ ആരും എതിർത്തില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടപ്പാക്കിയെന്ന് പറയാൻ വേണ്ടിയാണ്. അതിൻ്റെ അടി കിടക്കുന്ന സാരാംശം അവിടെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നടപ്പാക്കിയതെന്ന് ഇവരെന്തിനാണ് നടപ്പാക്കിയത്. ഇനി രണ്ടാമത്തെ കാര്യം കൂടി ഞാൻ പറയാം. ഇതിനോടനുബന്ധമായി മറ്റൊരു കേസും കൂടെ ഉണ്ട്. ഇതിനോടനുബന്ധമായി വന്നത് ചൂതാട്ടം. കേരളത്തിൽ ചൂതാട്ടം നടത്തുന്നതിന് വേണ്ടിയുള്ള പെർമിഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഇതുമായിട്ട് കണക്റ്റഡ് ഫയൽ ഉണ്ടായിരുന്നു. നിങ്ങളത് പരിശോധിച്ച് നോക്കൂ. എന്തായിരുന്നല്ല അഭിപ്രായം എന്ന്. ചൂതാട്ടം സാധ്യമല്ല എന്ന് പറഞ്ഞു. കാരണം കേരളത്തിലെ ലക്ഷോപലക്ഷം കുട്ടികളെ ചൂതാട്ടത്തിന് വിധേയരാക്കി അവരെല്ലാം വഴിതെറ്റിക്കുന്നതിന് വേണ്ടി നടപടിയുണ്ടാകും എന്ന് തന്നെയായിരുന്നു എൻ്റെ ഡിസൻറ്റ്. അത് വളരെ ശക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 കാര്യങ്ങളാണ്. ഒന്ന്, ജോണി വോക്കറിന് ലൈസൻസ് ഫീ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം, അത് സാധ്യമല്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ, ഈ ചൂതാട്ടത്തിൻ്റെ കാര്യത്തിൽ സാധ്യമല്ല എന്ന് പറഞ്ഞു. മൂന്നാമത്തെ, ഡിസൻറ്റ് ഇല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായ വ്യത്യാസം വളരെ ശക്തമായി രേഖപ്പെടുത്തുകയും ചെയ്തു. ആണല്ലോ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കതല്ലേ. അന്നും ഇതുപോലുള്ളൊരു നടപടി വന്നപ്പോൾ ശരിയല്ല എന്ന് പറഞ്ഞു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആ സബ്ജക്ട് കമ്മിറ്റിയുടെ മുമ്പിൽ വന്നത്. ആ 3 കാര്യത്തിനകത്തും ഞങ്ങൾ ജനപക്ഷത്ത് തന്നെയാണ് നിന്നത്. ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടെ പൊതുവികാരം മനസ്സിലാക്കി തന്നെയാണ് പെരുമാറിയത്. അതിൽ നിന്നും ഒരു വ്യത്യാസമില്ല. അതൊന്നും നമ്മളുടെ എഴുത്തിൻ്റെ ശൈലിയേക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സിൻ്റെ കൺവിക്ഷനാണ്. അതിൽ വളരെ വ്യക്തമായ കൺവിക്ഷനുള്ള വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അതല്ല, അത് ബില്ല് നിയമസഭയിൽ വരുന്നതല്ലേ. ഞാൻ ആ നിയമസഭയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ല. അത് നിയമസഭയിൽ വരട്ടെ. നിയമസഭ സാമാജികർക്കാണ് അഭിപ്രായം പറയാനുള്ള, ഫസ്റ്റ് അഭിപ്രായം പറയാനുള്ള എല്ലാ അവകാശവും. അത് വരട്ടെ. അത് ഞാൻ അതിനെക്കുറിച്ചൊന്നും പുറത്തു നിന്നൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഞാൻ ഈ കാര്യത്തിനകത്തെ തികഞ്ഞ ജനാധിപത്യ പാരമ്പര്യവും മാതൃകയും കാണിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. ആണ് UDF മീറ്റിംഗ് ഞാനില്ലല്ലോ. UDFിന്റെ തീരുമാനം UDF ആണ് എടുക്കേണ്ടത്. അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ഇപ്പുറത്ത് LDFിന്റെ തീരുമാനം അവരെടുക്കേണ്ടത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ഞാൻ പറഞ്ഞ ഈ കേസിനകത്തെ ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ കാര്യത്തിനകത്തൊക്കെ നമ്മളുടെ മനസ്സ് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. അന്നും ഇന്നും എന്നും നമുക്കൊരേ നിലപാട് തന്നെയാണ്.